കഴിഞ്ഞ ദിവസം SSLC എക്സാം കഴിഞ്ഞു കുട്ടികളെല്ലാം പിരിഞ്ഞു. ഈ പ്രാവശ്യത്തെ SSLC എഴുതിയ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഓരോ മലയാളികൾക്കും മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് മുഹമ്മദ് ഷഹബാസ്. SSLC എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഷഹബാസിൻ്റെ ആ വേദനിപ്പിക്കുന്ന മുഖമാണ് നമ്മുടെ മനസ്സിലേക്കൊക്കെ ഓടിയെത്തുന്നത്. ഈ പ്രാവശ്യത്തെ എക്സാമിന് ആ കുട്ടിയും ഉണ്ടാവേണ്ടതായിരുന്നു. ഇന്നലെ MJHSൽ നിന്നും എല്ലാ കുട്ടികളോടും യാത്ര പറഞ്ഞു അടുത്തത് +1 പ്രവേശിക്കാനുള്ള സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോവേണ്ട ഷഹബാസ് മോൻ ഇന്നില്ല. ആ വേദന ആ സ്കൂളിലെ ഒട്ടുമിക്ക കുട്ടികളുടെയും മുഖത്ത് പ്രതിഫലിച്ചിരുന്നു. ഇത്രയും വേദനയോടുകൂടി ഈ പടി ഇറങ്ങി പോവേണ്ടി വന്നല്ലോ എന്നാണ് ഓരോ കുട്ടികളും ചിന്തിച്ചത്. ഷഹബാസെ, നീ ഇല്ലാതെ ഞങ്ങൾ പരീക്ഷ എഴുതി, നീ ഇല്ലാതെ തന്നെ ഞങ്ങൾ ഈ പടി ഇറങ്ങിപ്പോകുകയാണ്. നീ തന്ന വേദന അത് എത്രത്തോളമാണെന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ലടാ. നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര പ്രിയപ്പെട്ടവനാണെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. നീ മരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ ഈ സ്കൂളിൻ്റെ പടി കയറുമ്പോൾ മനസ്സിലൊരു സന്തോഷവും കുളിർമയുമായിരുന്നടാ. തങ്ങൾക്ക് പ്രിയപ്പെട്ടവരാരൊക്കെയോ ഉള്ളതുപോലെയായിരുന്നടാ ഫീൽ ചെയ്തിരുന്നത്. പക്ഷേ നീ ഇല്ലാതെ ഈ പടി കയറുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചങ്ക് തകർന്നു പോകുകയാടാ. സ്വന്തം പ്രിയപ്പെട്ടവരുടെ സഹപാഠികളുടെ കൈകളാൽ തന്നെ നീ മരിക്കേണ്ടി വന്നല്ലോ. അന്നു നീ അനുഭവിച്ച വേദന എത്രത്തോളമാണെന്നറിയില്ല, എങ്കിലും ആ വേദന ഞങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ചങ്കാണ്, പ്രിയപ്പെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിന്നെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. നീ അല്ലായിരുന്നടാ അന്നെല്ലാം അനുഭവിച്ചത്. നിന്റെ തലക്ക് കിട്ടിയ അടിയൊക്കെ നിനക്ക് അറിയാമായിരുന്നല്ലോ. അപ്പോഴെങ്കിലും നിനക്കൊന്ന് പറയാമായിരുന്നില്ലേ? എങ്ങനെയെങ്കിലും ഞങ്ങൾ നിന്നെ രക്ഷിച്ചെടുക്കാമായിരുന്നില്ലേ? അങ്ങനെയെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നല്ലോ. നിന്റെ ഓർമ്മകളോട് കൂടിയാടാ ഞങ്ങൾ ഈ പടി ഇറങ്ങുന്നത്. പക്ഷേ നിനക്കൊരു കാര്യം അറിയാമോ? നിന്നെ ഇന്ന് സ്നേഹിക്കുന്നവർ എത്രയാണെന്ന്. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദരങ്ങളും സഹോദരിമാരും ഇന്ന് നിനക്കുണ്ട്. നിന്റെ പുഞ്ചിരിക്കുന്ന ആ മുഖം ഒരാളും മറക്കില്ല. ഇത്ര തന്നെ SSLC എക്സാം വന്നാലും നോമ്പും പെരുന്നാളും വന്നാലും ആദ്യം ഓർക്കുന്നത് നിന്നെയായിരിക്കും. മോനെ ഷഹബാസെ, നിന്റെ സഹപാഠികൾ പറയുന്നത് കേട്ടോ. ഷഹബാസെ, നീ ഇല്ലാതെ ഞങ്ങൾ എഴുതിയ പരീക്ഷയിൽ നിന്നും ഞങ്ങൾ ഒരുപാട് പഠിച്ചു. നിന്റെ മാതാപിതാക്കൾ നിന്നെയോർത്ത് വേദനിക്കുകയാണ്. അവരുടെ വേദന എത്രത്തോളമാണെന്ന് ഒരാൾക്കും മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. അവരുടെ നഷ്ടം മറ്റാർക്കും സംഭവിച്ചിട്ടില്ലല്ലോ. നിന്നെ മുൻനിർത്തി സ്വപ്നം കണ്ട മാതാപിതാക്കൾ, നിന്റെ ചിറകിന് കീഴിൽ വളരാൻ ആഗ്രഹിച്ച നിന്റെ അനിയന്മാർ, ഞങ്ങളെല്ലാവരും അവരുടെ വേദനയും ദുഃഖവും മനസ്സിലാക്കുന്നു. പ്രിയ കൂട്ടുകാരാ, നീ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു പോകുന്നു. അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരു ദിവസം പോലുമില്ല. നീ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഞങ്ങൾക്കറിയാം, എങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ചു പോകുകയാണ്. എന്നിരുന്നാലും ഒരു ആശ്വാസമുണ്ട്, നീ ഓരോ മലയാളികൾക്കിടയിലും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മറക്കാത്ത ഓർമ്മയായി എന്നും നീ ജീവിച്ചു കൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം എളേറ്റിൽ വട്ടോളി MJHSൽ നിന്നും SSLC എക്സാം എഴുതി പുറത്തിറങ്ങിയ കുട്ടികളുടെ മാനസികാവസ്ഥയാണ് ഞാനിവിടെ പറഞ്ഞറിയിച്ചത്. പല കുട്ടികൾക്കും കൗൺസിലിംഗ് ഒക്കെ കൊടുക്കേണ്ടി വന്നിരുന്നു. അവരുടെ മനപ്രയാസം അത്രത്തോളമായിരുന്നു. കൂടെ പഠിച്ചു കളിച്ചു നടന്ന സഹപാഠിയല്ല ഒറ്റ ദിവസം കൊണ്ട് നഷ്ടമായത്. കഴിഞ്ഞ ദിവസം SSLC എക്സാം കഴിഞ്ഞ് പിരിയുമ്പോൾ കണ്ണു നിറഞ്ഞാണ് ഓരോരുത്തരും പടിയിറങ്ങിയത്.